മക്കളെ അഞ്ചു മിസ്സാണേ. അപ്പോൾ നമ്മളുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം എക്സാം? നിങ്ങൾക്ക് ഈസി ആയിരുന്നോ അതോ ടഫായിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈസി ആണെങ്കിൽ ഈസി ആയിരുന്നു, ടഫ് ആണെങ്കിൽ ടഫായിരുന്നു എന്ന്. അതുകൂടാതെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഈസി ആയിരുന്നത്, ഏത് സബ്ജക്റ്റ് ആയിരുന്നു ടഫ് ആയിരുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഈ ഓണം എക്സാമിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അല്ലേ, കുറച്ച് നിലവാരം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്ന കുട്ടിക്ക് എഴുതാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ആദ്യം മുതലേ തുടക്കം മുതലേ നന്നായിട്ട് പഠിച്ച് വന്ന കുട്ടിക്ക്, സ്റ്റാർട്ടിങ് മുതലേ ഇങ്ങനെ റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് വന്ന കുട്ടിക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പം കുറേ മക്കളിപ്പം നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി, നന്നായിട്ട് എഴുതാൻ പറ്റി, തുടക്കം മുതലേ പഠിച്ചതുകൊണ്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ചിലരെന്നാൽ കുറച്ച് പ്രയാസമായിരുന്നു എന്നും മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ വിഷമിക്കേണ്ട, ഇനിയിപ്പം നമുക്ക് പാറ്റേണൊക്കെ മനസ്സിലായല്ലോ, അപ്പോൾ മക്കൾ ആ രീതിയിൽ മുന്നോട്ടേക്ക് പഠിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഇപ്പം ബേസിക് സയൻസ് എടുക്കുകയാണെങ്കിൽ, ബേസിക് സയൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം, പക്ഷേ അത് അവർക്ക് എക്സാമിൽ എഴുതാൻ പറ്റുന്നില്ല. അതായത് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, അതിന് അപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി ഫലിപ്പിക്കാൻ പലർക്കും പറ്റുന്നില്ല. കാര്യം അറിയാം, പക്ഷേ അത് എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു പ്രയാസം പലരും നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. അടുത്ത എക്സാമിനേക്ക് നമുക്കതൊക്കെ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പം എക്സാം കഴിഞ്ഞ് അത് ബുദ്ധിമുട്ടായവരയ്യോ ഇനി അതോർത്ത് വിഷമിക്കേണ്ട. ഇനി ഓണമൊക്കെ വരാൻ പോവാണ്. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, നന്നായിട്ട് ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ ഈ വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒന്ന് സീരിയസ് ആയിട്ട് നമ്മളുടെ പുതിയ പാറ്റേണിനനുസരിച്ചിട്ടൊക്കെ പഠിച്ചു തുടങ്ങുക. നമ്മളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് കുറേ മക്കൾ നമുക്ക് താങ്ക്സ് പറയുന്നുണ്ട്. നമ്മളുടെ മെഗാ മാരത്തോണും അതുപോലെ തന്നെ നമ്മളുടെ മോർണിംഗ് ബൂസ്റ്ററും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പേർക്ക് അത് അറ്റൻഡ് ചെയ്ത മക്കൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇനി നമ്മളുടെ ഓണമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ ലാസ്റ്റ് വരുന്ന മോർണിംഗ് ബൂസ്റ്റർ ആയാലും മെഗാ മാരത്തോണൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? തുടക്കം മുതലേ പഠിക്കുക അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇനി തൊട്ട് സീരിയസ് ആയിട്ട് നല്ല പോലെ മക്കൾ പഠിക്കണം. ഇപ്പോഴല്ല, ഒന്ന് വെക്കേഷനൊക്കെ ഒന്ന് കളറാക്കി ഒന്ന് അടിച്ച് പൊളിച്ചിട്ട്, ഇപ്പോൾ എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് പഠിത്തത്തിലേക്ക് സീരിയസ് ആവുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം മക്കളെ അഡ്വാൻസ് ഹാപ്പി ഓണം.